ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. നമ്മൾ വാഴാനി ഡാമിൽ കിണറിൻ്റെ പണിക്കായിട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ വർക്കാണ് ഈ കാണുന്നത്. ഇത് ചെങ്കല്ല് കൊണ്ട് കെട്ടിയ കിണറായിരുന്നു. അത് മൊത്തത്തിൽ പൊളിഞ്ഞു വീണ് നോക്കുമ്പോൾ വർക്ക് നമ്മൾ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. കല്ലും കോൺക്രീറ്റും ഇതൊക്കെ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് അതിനകത്ത് വീണ് തോർന്നെടുക്കായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ ഗാർഡനും കാര്യങ്ങളെല്ലാം കണ്ടു നോക്കുമ്പോൾ ഇവിടെ വാട്ടർ മ്യൂസിയം വരുന്നുണ്ട്. അതിൻ്റെ വർക്കും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. വാട്ടർ മ്യൂസിയം നമ്മുടെ മൈസൂർ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ കേരളത്തിലും കൊണ്ടുവരാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ കിണറിൻ്റെ പണി ചെങ്കല്ലായിരുന്നു. ഇത് മൊത്തം വേണ്ട ചെങ്കല്ല് ഇവിടെ അത് മൊത്തത്തിൽ അടന്നു പോയി. മരത്തിൻ്റെ വേരുകളും ഇതൊക്കെ വന്ന് തള്ളി മറിഞ്ഞു പോയി. അതിനെ നേരാക്കി എടുക്കുകയാണ് ഇപ്പോൾ ഉദ്ദേശം. അതായത് ഇതിൻ്റെ പാർക്കിന് വേണ്ട വെള്ളം, വാട്ടർ മ്യൂസിയത്തിന് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിനകത്തു നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 റിങ് വെള്ളം ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇത് വറ്റിക്കാനായിട്ട് ഞാൻ നേരം വിളിച്ചപ്പോൾ വന്ന് നോക്കുമ്പോൾ റെക്കോർഡ് ചെയ്തതാണ്, നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ വേണ്ടി. ഇതുപോലത്തെ വർക്കും കാര്യങ്ങളും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മൾ ഒന്ന് ചെയ്തു കൊടുക്കും എവിടെയായാലും. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് വാഴാനിയിലുള്ളത്. ഇവിടെ വന്നപ്പോൾ 6 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പാർക്കൊക്കെ കണ്ടു നോക്കുമ്പോൾ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് റെക്കോർഡ് ചെയ്ത് കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ട് വിട്ടു തരുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വെക്കേഷൻ ടൈമുകളിൽ വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാർക്കാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നല്ലൊരു പാർക്കായിട്ട് മാറും ഇത്. ഇതിനകത്താണത് നല്ലൊരു ഡാമും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഡാമിനകത്ത് ഈ കാണുന്നതാണ് വാട്ടർ മ്യൂസിയത്തിൻ്റെ വർക്ക് നടക്കുന്നത്. ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള ഒരു ടാങ്കും കാര്യമൊക്കെയാണ്. അതിലേക്ക് വെള്ളം വേണം. ഒരു ദിവസം 50,000 ലിറ്റർ വെള്ളം വേണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കിണറാണ് ഇപ്പോൾ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഡാം. ആ സൈഡിൽ കാണുന്നത്. അവിടേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല. നമ്മൾ വർക്കിന് വന്ന കാരണം പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കയറിയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവിടെ ആന ഇറങ്ങലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പറയുന്നത് കേട്ടിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ കാണുകയാണെങ്കിൽ, ഞാൻ പോകുന്നതിലിടയ്ക്ക് കാണുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും നിങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, നല്ല സൈറ്റോട് കൂടിയിട്ട് വെട്ടിയെടുത്ത പുല്ലും കാര്യങ്ങളൊക്കെ, ചെടികളും അതേപോലെ തന്നെ നല്ല രസമുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് നോക്കിയിട്ട് എല്ലാം എടുത്തു പോയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ വർക്കിനിടയ്ക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ ഒന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ അതേപോലെ എല്ലാവരും ഇത് കാണുക. ഇതിൻ്റെ മുന്നേ ഞാൻ വിട്ടിരുന്നു. ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതിലിടയ്ക്ക് മരയെണ്ണാൻ വന്നിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചാടി മറിഞ്ഞ് ഞങ്ങൾ മടിയിൽ കൂടെയൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ടു കാണും എന്ന് തോന്നുന്നു. ബാക്കിയുള്ള സംഗതികളൊക്കെ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഞാൻ എടുത്ത് ഇടണ്ട് കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരവ് തുടങ്ങി. ഇവിടെ 10 മണിക്ക് തുറക്കും. 10 മണിക്ക് തുറന്നാൽ തന്നെ ആൾക്കാർ വന്നിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ ചിലവഴിക്കുന്നതാണ്. അത് നല്ല രസമാണ്. എന്താ വെച്ചാൽ ഒരു 20 ഉറുപ്പ്യ കൊടുത്തതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ ഒരു 6 മണിയോട് കൂടിയിട്ട് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ 6 മണി വരെയാണ് ഉള്ളത്. ഇനി ഇത് വാട്ടർ പാർക്കും ബാക്കിയും എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഈ സംഗതി 9 മണി വരെയായി മാറും. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ ഞാൻ വർക്കിനിടയ്ക്ക് കയറിയിട്ട് കുറച്ച് എടുത്തതാണ്. ഇപ്പോൾ മോട്ടറുകളൊക്കെ ഓണാക്കിയിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഒന്ന് കുറച്ച് നേരം എടുത്തതാണ്, ഗാർഡൻ്റെ ഉള്ളിൽ മാത്രം. ഇനി അങ്ങോട്ട് പിന്നിലേക്ക് വേറെ കുറേ സംഗതികളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് എടുത്ത് കാണിക്കാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ വർക്ക് വലിയ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്കാർക്കും അങ്ങനത്തെ വർക്കോ കാര്യങ്ങളോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. നമ്മളെ സമീപിക്കേണ്ട നമ്പർ ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്, കാണാം, സമീപിക്കാം. കുട്ടികൾക്ക് നേരം പോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇത് നല്ലൊരു ഗാർഡനായി മാറും ഭാവിയിൽ എന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ലൊക്കേഷനാണ്. നമുക്ക് കാണാൻ മാത്രം
കുറച്ച് സമയം ചിലവഴിക്കാൻ മാത്രമുണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കണ്ടു നോക്കുക. ബാക്കിയുള്ള വീഡിയോകളൊക്കെ